ഇന്ന് നമ്മുടെ സിറ്റിയിൽ ഒരു വലിയ മോൺസ്റ്റർ ഇതാ കടലിൽ നിന്ന് എണീറ്റ് വരികയാണ്. അങ്ങനെ അവൻ ഇതാ എണീറ്റ് ഇതാ പൊങ്ങി പൊങ്ങി പറഞ്ഞത് ഇതെന്ത് വലിയ മോൺസ്റ്റർ ആണെന്ന് നോക്ക്. അയ്യോ ഇതോ ഇത് ഈ സിറ്റിയെ ഫുള്ള് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ വന്നിരിക്കുകയാണ്. ഇവനിത് പറക്കാണ്ട് എല്ലാത്തിൻ്റെയും കഴിവുണ്ട് ഇവന്. അങ്ങനെ ഇവൻ നമ്മളെ സിറ്റിയിൽ ഒരു ഐലൻഡിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സിറ്റിയിൽ വരാൻ വേണ്ടി. അങ്ങനെ അവൻ കടലിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവൻ വീണ്ടും കടലിലിറങ്ങിയതാ ഒരുപാട് മെഗലഡോണിനെ എടുത്തടാ. ഒരുപാട് ഷാർക്കിനെയൊക്കെ ഇത്. അങ്ങനെ ആ ഷാർക്കുകളൊക്കെ അവൻ്റെ കൂടെ പോകണം. അവൻ എന്തൊക്കെയൊക്കെയോ ചെയ്യണടാ അതിനെയൊക്കെ. ഇത് പിടിച്ചു വെച്ചുകൊണ്ട് ഒരു കൂട്ടമാക്കിയാണ്, ഒരു ഗ്രൂപ്പ് ഷാർക്കാക്കിയാണ്. എന്നിട്ട് അവൻ കടലിൽ നമ്മളൊരു വലിയ എക്സ്പ്ലോഷൻ ചെയ്ത്, എന്നിട്ട് ആ കടൽ ഫുള്ള് ഓറഞ്ച് കളറാക്കിയിട്ട് അവൻ അടിയിൽ കൂടെ പോകണം. അവൻ വലിയ മിസ്റ്റീരിയസ് ആയിട്ടുള്ള മോൺസ്റ്റർ. അങ്ങനെ ഫ്രാങ്ക്ലിൻ ഇന്ന് കടലിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കടലിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ നീന്തുന്നു, ഓരോരുത്തർ ഓരോ പണിയാണ്. അപ്പോൾ ഒരു വലിയ ഷാർക്ക് വന്നത് ഒരുത്തനെ പിടിച്ചണം. ഒരു മെഗലഡോണല്ലേ ഇത്. ഇതെന്തോന്ന് ഇത് തല കുത്തനെ നിൽക്കണേ. എന്നിട്ട് നമ്മൾ ഇടിച്ച് പറത്തിയണം. നമ്മളതാ കടലിനകത്ത് വിട്ട് വീണ് എന്നിട്ട് മുകളിലോട്ട് അത് നീന്തി കയറണുണ്ട്. നമ്മളിനി എന്ത് ചെയ്യുന്നത്? ഇവൻ ഏതാ വേണ്ടാലും ഇത് വലിയ ഷാർക്ക് നമ്മൾ ഫോളോ ചെയ്യണേ. അങ്ങനെ നമ്മളിതാ അവനെ പേടിച്ചതാ നീന്തി പോകണുണ്ട്. ഇനി എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റും. കടലിനടിയിലെത്തി. അങ്ങനെ അവൻ ഷാർക്ക് നമ്മളെ ഫോളോ ചെയ്യണത് വിട്ടില്ലാതെ വീണ്ടും വരണുണ്ട്. എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് നീന്തി രക്ഷപ്പെട്ടേ പറ്റൂ. ഇത് ട്രൈ ചെയ്യണുണ്ട്. ഇവൻ വീണ്ടും വരണല്ലേ. ഇത് എന്തോന്ന് വലിയ ഷാർക്കടാ. ഈ സിറ്റി പോലും കണ്ടിട്ടില്ലല്ലോ ഇതിനെ. അങ്ങനെ നമ്മളിതാ എത്തിയിട്ടുണ്ട്. തോക്കെടുത്ത് വെടിവെക്കണം അവനെ. ഇനി നീ ഒന്നും ചെയ്യാൻ പറ്റില്ല. വെടിവെച്ചിട്ടിരിക്കുന്നില്ല. എല്ലായിടത്തും ഞാൻ ഷൂട്ട് ചെയ്യണുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും ഇറങ്ങി ഓടി. അവരെല്ലാം രക്ഷപ്പെട്ട്. നമ്മളിനി എങ്ങനെയെങ്കിലും ഇവനെ ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ. അങ്ങനെ നമ്മളിതാ ഓടി അങ്ങോട്ട് പോകണുണ്ട് സിറ്റിയുടെ അകത്തോട്ട്. എന്തെങ്കിലും നമുക്ക് ചെയ്യണം. നമുക്കൊരാളെ നിന്ന് ഹെൽപ്പ് കിട്ടിയാലേ ഇനി ഇതിൽ നമ്മുടെ സിറ്റിയെ പണ്ടത്തെ പോലെ ആക്കാൻ പറ്റും. ഇവന്മാരിതാ ഒരു കൂട്ടമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ വണ്ടി എടുത്ത് നമ്മളിതാ പോകണുണ്ട്. എങ്ങനെയെങ്കിലും നമ്മുടെ സിറ്റിയെ പഴയതുപോലെ ശരിയാക്കിയില്ലെങ്കിൽ ഈ ഷാർക്കുകളെല്ലാം കൂടെ വന്ന് എല്ലാവരെയും കൊല്ലും. അതുകൊണ്ട് നമ്മളിതാ വണ്ടി എടുത്ത് പോകണുണ്ട്. നമ്മളൊരു ഫ്രണ്ടിനെ തപ്പി പോകണുണ്ട്. അങ്ങനെ നമ്മളിതാ എത്താറായി. അടുത്തൊരു കടലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ജെറ്റ് ഉണ്ട്. നമുക്ക് ഇനി ഇത് യൂസ് ചെയ്ത് രക്ഷപ്പെടാനേ പറ്റൂ. അങ്ങനെ നമ്മളിതാ തോക്കൊക്കെ എടുത്ത് നമ്മുടെ കൂട്ടുകാരെന്താ അവിടെ നിൽക്കുന്നത്. എടാ എന്ത് ചെയ്യടാ, നമ്മളെ സിറ്റി ഫുള്ള് പെട്ട് കിടക്കണ, ഷാർക്ക് വന്ന് കിടക്കണ്. എന്ത് ചെയ്യാൻ ഫ്രാങ്ക്ലിൻ? ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ സിറ്റി ഫുള്ള് പ്രശ്നത്തിലാണ്. നീ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ പ്ലെയിൻ എടുത്ത് അങ്ങ് പോയേ പറ്റൂ. അങ്ങനെ നമ്മളടുത്ത് അവൻ അങ്ങനെയാണ് പറഞ്ഞെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ നമ്മളിത് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഏത് ഫ്ലൈറ്റ്? ഏതോ ഒരു സാധനം, എന്തോ ഒരു പ്രത്യേക പറക്കണ മിഷീനാണിത്. നമ്മളിനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്ത് പേരൊക്കെ തെറ്റിയാലും കുഴപ്പമില്ല. ഇത് വെച്ച് പറന്ന് രക്ഷിച്ചാൽ പോരെ. അങ്ങനെ നമ്മളിതാ വണ്ടി എടുത്തിട്ടുണ്ട്. ഇത് എന്തോടെ എടുക്കാനും പറ്റില്ല. ഇത് ഭയങ്കര പ്രശ്നമാണല്ലേ ഈ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ഇല്ലാതെ പോകണം ഈ വണ്ടി. അങ്ങനെ നമ്മളിതാ ഈ എയർഷിപ്പ് എടുത്തിട്ട് നമ്മളിതാ കടലിൻ്റെ മുകളിൽ കൂടെ പോകണുണ്ട്. എവിടെയെങ്കിലും ഇനി അവനെ കിട്ടും നമുക്ക്. എല്ലാത്തിനെയും തീർത്തിട്ട് തന്നെ കാര്യം. അങ്ങനെ നമ്മളിതാ ഷൂട്ട് ചെയ്ത് പോകണുണ്ട്. ബോംബെല്ലാം ഇട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും അവൻ ഉണ്ടെങ്കിൽ അവൻ അങ്ങ് ചാവട്ട്. അങ്ങനെ നമ്മളിതാ പറക്കണുണ്ട്. കടലിൻ്റെ ഫുള്ളെത്തി. ഇനി എവിടെയാണ് അത്? ഒന്നും കാണാനില്ല. തപ്പുമ്പോൾ അല്ലെങ്കിൽ ഒന്നിനും കിട്ടൂലല്ലേ. എന്തൊക്കെ പറഞ്ഞാൽ ഈ സിറ്റിയെ ഞാൻ രക്ഷിച്ചിരിക്കും. അങ്ങനെ നമ്മളിതാ പറന്ന് ഒരു സ്ഥലം വരെ എത്തി. ഇനി കടലിൻ്റെ അകത്ത് അതിനെ കാണാനില്ല. നമ്മൾ ബോംബ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കണം. പറഞ്ഞടാ, അത് ബാക്കിൽ നിന്ന് പറഞ്ഞടാ, നമ്മൾ ചാടി വന്നടാ ബാക്കിൽ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ഗ്യാരേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെയെങ്കിലും നമുക്ക് അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. അങ്ങനെ നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി കൊള്ളാം. അങ്ങനെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവന് ഒരു ചെറിയ പാർക്കെങ്കിലും കിട്ടിക്കാണ് ബോംബിൽ നിന്ന്. അവനെ ഇനി ആണ് തീർക്കേണ്ടത് സിറ്റി രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ വണ്ടി റിവേഴ്സായിട്ട് എടുത്തത് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങണം. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ വെളിയിലിറങ്ങി നമുക്ക് കുറച്ചും കൂടെ ഈ സിറ്റിയെ രക്ഷിക്കാണ്ട്. ഇനി അവൻ പോയിട്ടില്ല. അങ്ങനെ നമ്മളിതാ എയറോപ്ലെയിനിൻ്റെ വെളി വന്ന് നമ്മളെ കൂട്ടുകാരനെ കൊണ്ട് നമ്മളിവിടെ. അങ്ങനെ നമ്മളിതാ വീണ്ടും പോകണുണ്ട്. എങ്ങനെയെങ്കിലും അടുത്തൊരു കടൽ ഭാഗത്ത് ഓടിപ്പോകണം. കാരണം ഓരോ വശത്താണ് ഇത് വരുന്നത്. അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. താഴോട്ട് ഇറങ്ങുന്നുണ്ട്. അടുത്ത സൈഡ് കടലിൻ്റെ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ നോക്കിയാണ്. അങ്ങനെ അവിടെ ഒരാൾ എന്തോടാ കിടക്കണേ. ഇവിടെ ഒരാൾ കിടക്കണമല്ലോ ഗൈസ്. ഇവിടെ അവനെ ഒന്ന് കൊന്നിട്ടില്ലടാ. അവൻ അനങ്ങണുണ്ട്, പക്ഷെ ചത്തിട്ടില്ല. അവിടെ കിടക്കണം. ഒരാൾ അവിടെ കിടക്കണുണ്ട്. അങ്ങനെ അവൻ നോക്കിയതോ അടുത്ത ഷാർക്ക് വീണ്ടും വന്ന് അവനെന്താ ചെയ്തടാ. അവൻ എന്താ ചെയ്യുക? അവനെ കൊന്നെന്ന് തോന്നണം. ആ പന്ന ഷാർക്ക് വീട്ടിൽ വന്നിട്ട് നമ്മളെ ഫ്രണ്ടിൽ വെച്ച് അവനെ കൊല്ലോടാ. വെടിവെച്ച് വിടോടാ നിന്നെ. ഇനി നീ ഒന്നും വേണ്ടാ. എല്ലാത്തിനെയും കൊല്ലും. എല്ലാത്തിനെയും വെടിവെച്ച് ഷൂട്ട് ചെയ്യണം. ഇതൊന്നും അവനെ ഏക്കണില്ല.
എന്ത് ചെയ്യാൻ നമുക്ക്? ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവ കടലിലോട്ട് തന്നെ വീട്ടിൽ പോകണം. നേരെ വേണം. അങ്ങനെ നമ്മുടെ ആ ആള് ഫുള്ള് വീണ്ടും ഇങ്ങനെ കിടക്കണുണ്ട്. മരിച്ചാന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് ഇവനെ രക്ഷിച്ചേ പറ്റൂ. അതേപോലെ നമ്മൾ ഇനിയും ഇവിടെ നോക്കിക്കൊണ്ടിരുന്ന പ്രശ്നമാവും. അതുകൊണ്ട് നമുക്ക് ഇനി അവൻ്റെ ബോട്ടൊക്കെ മറിഞ്ഞ് കിടപ്പുണ്ട്. ഇനി നമ്മൾ എങ്ങനെയെങ്കിലും അവനെയും രക്ഷിക്കണം, അതേപോലെ നമ്മളെ സിറ്റിയെയും രക്ഷിക്കണം. നമ്മളെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവൻ മരിച്ചോ ഇല്ലയെന്ന് നീ നോക്ക്, നീ അങ്ങനെയെങ്കിൽ അവനെ രക്ഷിക്കും, ഫ്രാങ്ക്ലിൻ നീ പോയിട്ട് വാ. അങ്ങനെ നമ്മളിതാ ഓടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് എങ്ങനെയെങ്കിലും ഇവിടെ എത്തി, നമ്മുടെ സിറ്റിയിലെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. ഇത് വലിയ പ്രശ്നമാണ് സിറ്റിക്ക് ഏറ്റുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. അങ്ങനെ നമ്മുടെ സിറ്റിയിൽ ഇത് അടുത്ത പ്രശ്നം പറഞ്ഞടാ, വലിയ മോൺസ്റ്റർ പറഞ്ഞടാ. ഇതെന്ത് മോൺസ്റ്റർ സിറ്റിയാണ് എല്ലായിടത്തുനിന്ന് പറഞ്ഞല്ലേ. ഈ മോൺസ്റ്റർ ഇത് എന്ത് ചെയ്യാൻ പോണ, ഡാൻസ് കളിച്ച് വരുമ്പോൾ ഇരിക്കുന്നു. അങ്ങനെ അവൻ അടുത്ത് കടലിൽ വന്നിട്ടുണ്ട്. അവൻ എന്തൊക്കെയൊക്കെ കാണിക്കണടാ, വലിയ മോൺസ്റ്റർ. ഇതെന്തോന്നിത്, ഈ സിറ്റി ഫുള്ള് പ്രശ്നങ്ങളാണല്ലോ. ഇനി എന്ത് ചെയ്യും നമ്മുടെ ഫ്രാങ്ക്ലിൻ? അങ്ങനെ അവിടെ നിന്നിട്ട് അവൻ ആ കടലിലോട്ട് നോക്കി നിൽപ്പുണ്ട്. എന്താണ് നിൻ്റെ ഉദ്ദേശം ഒന്നും പോലും മനസ്സിലാവണ്ടില്ല. എന്നാൽ അവൻ്റെ ലൈറ്റൊക്കെ കത്തിച്ചടാ. ഇവൻ നമ്മളെ സിറ്റി രക്ഷിക്കാൻ വന്നതാണെന്തോ. നമ്മുടെ മെഗലഡോണിനെ എല്ലാം എന്താ കരിയിച്ച് കളയണം ലേസർ വെച്ചിട്ട്. ഇത് എല്ലാത്തിനെയും കൊല്ലണല്ലോ. ഇത് ഭയങ്കര സൂപ്പർ പവറുള്ള സാധനമാണെന്ന് തോന്നുന്നു. ഈ ഗോഡ്സിലെ പോലത്തെ സാധനം. ഇവനാണെന്താ ഓരോ മെഗലഡോണിനൊക്കെ എടുത്ത് വലിച്ചെറിയണടാ അവൻ. വേറൊരു മോൺസ്റ്റർ ഇവന്മാരെ പറഞ്ഞു വിട്ട് വേറൊരു മോൺസ്റ്റർ വന്ന് ഇവന്മാരെ കൊല്ലുകയും ചെയ്യണം. അതാ എല്ലാത്തിനെയും വലിച്ചെടുക്കണുണ്ട് കടലിനകത്ത് നിന്ന് മീൻ പിടിക്കും പോലെ. എന്നിട്ട് താഴെയിട്ട് അടിച്ച് ഞെരിച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും കൊന്നടാ. ഇനി ഒന്നുമില്ല. നമ്മുടെ സിറ്റി അവൻ തന്നെ രക്ഷിച്ചു. അങ്ങനെ ഇവിടെ എല്ലാം കരിയിച്ചിട്ട് അവൻ്റെ പവർ എടുത്തടാ, സൂപ്പർ പവർ എടുത്തടാ. അവൻ കത്തിച്ച് കളഞ്ഞ എല്ലാത്തിനെയും. എൻ്റെ അകത്തിട്ടിട്ട് വലിയ പവറാണ് ഇവൻ കാണിച്ചത്. അങ്ങനെ നമ്മുടെ മെഗലഡോണിനെല്ലാം ചത്തിട്ടുണ്ട്. ഇനി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സിറ്റി പഴയ പോലെ ആയി. അങ്ങനെ ഈ ഗോഡ്സില ചെയ്ത പണി കാരണം നമ്മുടെ സിറ്റിയെ രക്ഷിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും അവൻ ഇതൊക്കെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് കൊള്ളാമല്ല പരിപാടി. അങ്ങനെ നമ്മളെ വണ്ടി എടുത്തത് വീണ്ടും വരണതേ ഉള്ളൂ. നമ്മളെ കൊണ്ട് ഇത്തവണ പ്രയോജനം ഉണ്ടായില്ലെന്നാണ് തോന്നണം. പക്ഷെ എന്നാലും നമ്മളെ വണ്ടിയൊക്കെ എടുത്ത് ഓട്ടിച്ച് പഠിച്ചു. അതാണ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ പറക്കണുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി ലാൻഡ് ചെയ്യാനും പറ്റണില്ല. ലാൻഡ് ചെയ്യാറായി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നമ്മുടെ സിറ്റി പണ്ടത്തെ പോലെ.